നമസ്കാരം. മലയാളി യുവതിയെ മസ്കറ്റിൽ ലൈംഗിക വൃത്തിക്ക് വിധേയമാക്കിയതായി പരാതി. ജലന്ധർ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ പരാതിയിൽ വസ്തുതയുണ്ടെന്ന് പോലീസ്. ഓലകെട്ടിയമ്പലം സ്വദേശിനിയെ ഓർത്തഡോക്സ് പള്ളി വികാരി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തെളിവെടുപ്പ്. വ്യാജ നിയമന ഉത്തരവുമായി 2 യുവതികൾ. വാർത്ത തിരുവനന്തപുരത്ത് നിന്ന്. അട്ടപ്പാടി വനത്തിനുള്ളിൽ വൻ കഞ്ചാവ് കൃഷി. JNBC ഫേസ്ബുക്ക് ഗ്രൂപ്പിനെതിരെ പോലീസ് കേസ്. കാണാം ഇന്നത്തെ ക്രൈം റിപ്പോർട്ടുകളിലേക്ക്. മസ്കറ്റിൽ മലയാളി യുവതിയുടെ നഗ്നചിത്രം പകർത്തി ലൈംഗിക വൃത്തിക്ക് വിധേയമാക്കിയതായി പരാതി. കൊല്ലം അഞ്ചാലമൂട് സ്വദേശിനിയാണ് പരാതി നൽകിയത്. വീട്ടുജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ മസ്കറ്റിലെത്തിച്ചായിരുന്നു വഞ്ചന. അഞ്ചാലമൂട് സ്വദേശിനിയായ സജീനയാണ് തന്റെ നഗ്നചിത്രം പകർത്തിയെന്ന് പോലീസിൽ പരാതി നൽകിയത്. ആദ്യ റിപ്പോർട്ടിലേക്ക്. വീട്ടുജോലി വാഗ്ദാനം ചെയ്താണ് കൊല്ലം സ്വദേശിനിയും 2 കുട്ടികളുടെ മാതാവുമായ യുവതിയെ ബന്ധുക്കളായ സ്ത്രീകൾ ഖത്തറിലേക്ക് കൊണ്ടുപോയത്. യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ഇവരെ ആവശ്യക്കാർക്ക് എത്തിക്കുകയായിരുന്നു. സുമി എന്നാണ് അവിടെ മസ്കറ്റിലെ പേര്, ഇവിടെ സജീന എന്നാണ് പേര്. ഞങ്ങളുടെ ഒരു ചെറിയ ബന്ധുവാണ് അവള്. എൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടുജോലിക്ക് വിസയുണ്ട് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് വീട്ടുജോലിക്ക് വിസ എടുക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 9 മാസത്തോളം യുവതിയെ മലയാളികൾ അടക്കമുള്ള ആവശ്യക്കാർക്ക് കാഴ്ചവെച്ചു. ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ജോലിക്ക് ആക്കിയിട്ട് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം 2-3 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോസ് പിടിച്ചത് കുളിക്കുന്ന വീഡിയോ പിടിച്ച് എന്നെ കാണിച്ചു. എന്നിട്ട് വേറൊരാളോട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അയാളോട് ഞാൻ കയറുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കയറത്തില്ല, എന്തൊക്കെയാന്ന് വെച്ചപ്പോൾ അയാളോട് ഞാൻ സഹകരിക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സഹകരിക്കത്തില്ല. അപ്പൊ പറഞ്ഞു വീഡിയോസ് വീട്ടിൽ കാണിച്ച് പ്രശ്നം ഉണ്ടാക്കും, എന്റെ ഭർത്താവിനെ കാണിക്കും, യൂട്യൂബിലിടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട്. ലൈംഗിക വ്യാപാരത്തിന് ഇരയായ യുവതിയുടെ പാസ്പോർട്ട് അടക്കമുള്ളവ ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു. പീഡനം സഹിക്കവയ്യാതെ യുവതി ഭർത്താവിനെ വിവരമറിയിച്ചു. ഭർത്താവും വിദേശ മലയാളികളും ചേർന്നാണ് യുവതിക്ക് നാട്ടിലേക്കുള്ള വഴിയൊരുക്കിയത്. ഇവർക്ക് അവിടെ അതാ ജോലി, പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇതാണ് പണി അവർക്ക് അവിടെ. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എന്നെ എങ്ങനെയും വിടാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് വിടത്തില്ല, ഇനി ഞാൻ അവിടെ നിന്ന് 400 റിയാൽ കൊടുക്കണമെന്ന് പറഞ്ഞ് വിസ എന്നാലേ പാസ്പോർട്ട് തരത്തോളം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. കുറച്ച് 2-3 മാസം നിന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഇതെനിക്ക് പ്രശ്നമാണ്, എന്നെ വന്ന് കൊണ്ടുപോവാൻ. പീഡനം നടത്തിയവർക്കെതിരെ പോലീസിനെയും കോടതിയും സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജലന്ധർ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീ നൽകിയ രഹസ്യമൊഴിയും പോലീസിന് നൽകിയ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് അന്വേഷണ സംഘം. കന്യാസ്ത്രീയുടെ പരാതിയിൽ വസ്തുതയുണ്ടെന്നും പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം SP-ക്ക് കൈമാറുമെന്നും DYSP അറിയിച്ചു. പോലീസിന് നൽകിയ മൊഴിയിൽ പറയാതിരുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയിൽ കന്യാസ്ത്രീ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് രണ്ടാമതും കന്യാസ്ത്രീയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം മഠത്തിലെത്തിയത്. മൊഴിയെടുക്കൽ 5 മണിക്കൂർ നീണ്ടുനിന്നു. രഹസ്യമൊഴിയും പോലീസിന് നൽകിയ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം മാത്രമേ മറ്റു നടപടികൾ സ്വീകരിക്കൂ എന്ന് വൈക്കം DYSP പറഞ്ഞു. ഞങ്ങളുടെ മൊഴിയായിട്ട് ചേർന്ന് പോകുന്നു. നമ്മൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെന്റേഷൻ നടത്തി വൈദ്യുതോദ്യോഗസ്ഥന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നാളെ പറ്റുന്നാളോ നമ്മളുടെ ഇതുവരെയുള്ള കാര്യത്തിൽ ജനുവിൻ തന്നെയാണ്. സിസ്റ്ററുടെ ഫോണിൽ 2 വർഷത്തിന് മുമ്പ് സിസ്റ്റർ മതത്തിന് വിട്ടപ്പോൾ വീട്ടിലേക്ക് കൊടുത്തു വിട്ടാ. അത് കണ്ടില്ല, സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. കന്യാസ്ത്രീയുടെ നഷ്ടപ്പെട്ട മൊബൈൽ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മൊബൈൽ കേസിൽ നിർണായക തെളിവാണെന്നും പോലീസ് അറിയിച്ചു. അതിനിടെ ബിഷപ്പിനെ അനുകൂലിച്ചുകൊണ്ട് കന്യാസ്ത്രീ മഠത്തിന് സമീപ പ്രദേശങ്ങളിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അനുനയ നീക്കങ്ങൾക്കായി ജലന്ധറിൽ നിന്നെത്തിയ വൈദിക സംഘമാണ് പോസ്റ്ററുകൾക്ക് പിന്നിലെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓലകെട്ടിയമ്പലം സ്വദേശിനിയെ ഓർത്തഡോക്സ് പള്ളി വികാരി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP സുരേഷ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘം ഓലകെട്ടിയമ്പലം ഓർത്തഡോക്സ് പള്ളിയിലെത്തി തെളിവെടുപ്പ് നടത്തി. വാർത്തയിലേക്ക്. വികാരി ബിനു ജോർജിനെതിരെയുള്ള പരാതിയിലാണ് ആലപ്പുഴ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണ സംഘം ഓലകെട്ടിയമ്പലം ഓർത്തഡോക്സ് പള്ളിയിലെത്തി തെളിവെടുപ്പ് നടത്തി. 2014 നടന്ന സംഭവമായതിനാൽ തെളിവുകൾ ശേഖരിക്കുക ശ്രമകരമാണെന്നും വേണ്ടിവന്നാൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്നും DYSP സുരേഷ് പറഞ്ഞു.
2014 ആരോപണ വിധേയനായ വൈദികൻ യുവതിയുടെ ഇടവകയിൽ വികാരിയായിരിക്കെയാണ് അതിക്രമം നടന്നത്. ഭർതൃ സഹോദരനും കുടുംബവുമായുള്ള പ്രശ്നം പരിഹരിക്കാനാണ് യുവതി വൈദികനെ സമീപിച്ചത്. എന്നാൽ വിവരങ്ങൾ ചോദിക്കുന്നതിനിടെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ സഭയുടെ മാവേലിക്കര, റാന്നി, നിലയ്ക്കൽ ഭദ്രാസനാധിപന്മാർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നീതി ലഭിച്ചിട്ടില്ലെന്നാണ് യുവതിയുടെ ആരോപണം. നേരത്തെ ഇടവക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നെങ്കിലും വൈദികൻ ഫോണിലൂടെ ശല്യം ആരംഭിച്ചതോടെയാണ് യുവതി വീണ്ടും പരാതിയുമായി എത്തിയത്. പരാതിയിൽ കായംകുളം പോലീസും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആൾമാറാട്ടം നടത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മധ്യവയസ്കൻ പോലീസിന്റെ പിടിയിലായി. കോട്ടയം ഇലഞ്ഞി അന്ത്യാൽക്കരയിൽ മേൽക്കണ്ണായിൽ വീട്ടിൽ ജോയി വർഗീസാണ് കടത്തുരുത്തി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 20-നായിരുന്നു സംഭവം. പെൺകുട്ടിയുടെ അച്ഛന്റെ സുഹൃത്താണെന്നും ഡോക്ടറാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് തിരുമ്മു ചികിത്സ നടത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. വ്യാജ നിയമന ഉത്തരവുമായി യുവതികൾ താലൂക്ക് ഓഫീസിലെത്തിയതായി തഹസീൽദാരുടെ പരാതി. തിരുവനന്തപുരം തഹസീൽദാരാണ് പോലീസിൽ പരാതി നൽകിയത്. തൈക്കാട് സ്വദേശികളായ 2 യുവതികൾ വ്യാജ നിയമന ഉത്തരവുമായി എത്തിയെന്നും ഇവരെ ആരോ കബളിപ്പിച്ചതാണെന്നും പരാതിയിൽ പറയുന്നു. തിരുവനന്തപുരം ബ്യൂറോ നൽകുന്ന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം തൈക്കാട് സ്വദേശികളായ 2 യുവതികളാണ് നിയമന ഉത്തരവുമായി താലൂക്ക് ഓഫീസിലെത്തിയത്. ഉത്തരവ് പരിശോധിച്ചപ്പോഴാണ് അത് വ്യാജമാണെന്ന് തഹസിൽദാർക്ക് മനസ്സിലായത്. തുടർന്ന് പെൺകുട്ടികളോട് തിരക്കിയപ്പോഴാണ് ബാലു എന്നയാൾ കാശ് വാങ്ങി താലൂക്ക് ഓഫീസിലേക്ക് ക്ലർക്ക് തസ്തികയിൽ തങ്ങൾക്ക് നിയമന ഉത്തരവ് നൽകിയതെന്നും 24,000 രൂപ ശമ്പളം ലഭിക്കുമെന്ന് അയാൾ പറഞ്ഞിരുന്നതായും യുവതികൾ തഹസിൽദാരെ അറിയിച്ചത്. വ്യാജ ഉത്തരവുമായിട്ട് ഉച്ചശേഷം 3:30 ഒരു കുട്ടി ഇവിടെ വരികയും ആ കുട്ടിക്ക് ഉത്തരവ് ഇവിടെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. ക്ലാർക്കായിട്ട് ഇവിടെ ജോലിക്ക് ഉത്തരവായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് ഇവിടെ കൈപ്പറ്റി ജോലിയിൽ പ്രവേശിക്കാൻ ആ കുട്ടി ഇവിടെ വരികയും മറ്റേ ഉത്തരവ് കൊടുക്കാമെന്ന് പറഞ്ഞ കക്ഷിയെ കാണാത്തതുകൊണ്ട് അത് തിരിച്ചു പോയി. അത് പോയി അരമണിക്കൂറിനകം തന്നെ വേറൊരു കുട്ടി വന്നു. ആ കുട്ടിയുടെ കയ്യിൽ ഉത്തരവിൻ്റെ കോപ്പി ഇല്ലായിരുന്നു. പക്ഷേ വാട്സാപ്പിൽ ആ ഉത്തരവുണ്ടായിരുന്നു, ഒരു ഫോണിൽ ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവ് ചോദിച്ചപ്പോൾ ഉത്തരവ് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു, ഒരാൾ എത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഉത്തരവില്ലായിരുന്നു, വാട്സാപ്പ് വ്യാജ ഉത്തരവായിരുന്നു. അതനുസരിച്ച് അവർക്ക് കാര്യം ഇതുമായി ബന്ധപ്പെട്ടെന്തോ അവരുടെ നിന്ന് സാമ്പത്തിക വാങ്ങിയെന്നോ ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി അല്ലാതെ സർക്കാർ ഓഫീസിൽ ജോലി കിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസിന് കൃത്യമായി അത് സംബന്ധിച്ച് വിവരം അറിയിക്കുകയും പോലീസ് ഫോർട്ട് സ്റ്റേഷനിൽ നടപടി സ്വീകരിക്കാനായിട്ട് അത് സംബന്ധിച്ചൊരു പരാതി അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. താലൂക്ക് ഓഫീസിലെത്തിയപ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായ വിവരം പെൺകുട്ടികൾക്ക് മനസ്സിലായത്. ഇവർ പോലീസിൽ പരാതി നൽകി. കരമന സ്വദേശിയായ ഇന്ദുലേഖ വഴിയാണ് ബാലുവിനെ പരിചയപ്പെട്ടതെന്നും ഉത്തരവ് നൽകി ഒരാളിൽ നിന്ന് 15,000 രൂപ വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് തഹസിൽദാരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ വൻ കഞ്ചാവ് വേട്ട. 5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചു. പോലീസും തണ്ടർബോൾട്ടും സംയുക്തമായാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. കാഴ്ചയിലേക്ക്. അട്ടപ്പാടി മേലെ ഭൂതയാർ കുള്ളാട് മലയിലെ കഞ്ചാവ് തോട്ടമാണ് പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് നശിപ്പിച്ചത്. 5 ഏക്കറോളം സ്ഥലത്ത് 5000 കഞ്ചാവ് ചെടികളാണ് ഉണ്ടായിരുന്നത്. ഉൾവനത്തിനകത്ത് പാഴ്ചെടികൾക്കിടയിലായിരുന്നു കഞ്ചാവ് കൃഷി. ഏകദേശം 5 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടികൾ വിളവെടുപ്പിന് ഭാഗമായിരുന്നു. അഗളി SP സുജിത് ദാസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഉൾവനത്തിലെത്തിയത്. ദുർഘടമായ വഴികളിലൂടെ 5 മണിക്കൂറോളം കാൽനടയായി യാത്ര ചെയ്താണ് കഞ്ചാവ് കൃഷി ചെയ്തിരുന്ന സ്ഥലത്തെത്തിയത്. നശിപ്പിച്ച കഞ്ചാവിന് വിപണിയിൽ 3.5 കോടിയോളം രൂപ വില വരും. കഞ്ചാവ് കൃഷിക്ക് പിന്നിൽ ആരാണെന്നതിനെക്കുറിച്ച് ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും വലിയ കഞ്ചാവ് തോട്ടം പോലീസ് കണ്ടെത്തി നശിപ്പിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് എക്സൈസ് അട്ടപ്പാടി ചെന്തമലയിൽ 2 ഏക്കറോളം സ്ഥലത്തെ കഞ്ചാവ് തോട്ടം കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. അട്ടപ്പാടിയിലെ വനമേഖലകളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കഞ്ചാവ് കൃഷിയുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വനമേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ എക്സൈസും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന കുപ്രസിദ്ധ കുറ്റവാളിയെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. മുഴയൻ ജോസ് എന്നറിയപ്പെടുന്ന ജോസ്മോനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കട്ടപ്പനയിൽ നിന്ന് മുഴയൻ ജോസിനെ അടിമാലി നാർക്കോട്ടിക് സംഘം പിടികൂടിയത്. ജോസിന്റെ കഞ്ചാവ് വിൽപ്പന സംബന്ധിച്ച് നാർക്കോട്ടിക് സംഘത്തിന് വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു. ഇയാളെ പിടികൂടാനായി ഏതാനും ദിവസങ്ങളായി സംഘം നടത്തിവന്ന നീക്കമാണ് ഫലം കണ്ടത്. വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു.
കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിൽ നാർക്കോട്ടിക് സംഘം ആസൂത്രിതമായി മുഴയൻ ജോസിനെ കീഴടക്കുകയായിരുന്നു. പിടിയിലാകുമെന്ന് മനസ്സിലായതോടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മൽപിടുത്തത്തിലൂടെയാണ് കീഴടക്കിയത്. കമ്പത്തുനിന്ന് കഞ്ചാവ് വാങ്ങി കട്ടപ്പനയിലെത്തിച്ച് കൂടിയ വിലക്ക് വിൽക്കുകയാണ് ജോസിന്റെ രീതി. ചെറിയ പൊതികളാക്കിയായിരുന്നു ഇയാൾ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പൊതിയൊന്നിന് ജോസ് ആവശ്യക്കാരിൽ നിന്ന് 500 രൂപയാണ് വാങ്ങിയിരുന്നത്. വിദ്യാർത്ഥികളായിരുന്നു ജോസിന്റെ പ്രധാന ഉപഭോക്താക്കളെന്നും ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എക്സൈസ് ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. GNPC ഫേസ്ബുക്ക് ഗ്രൂപ്പിനെതിരെ പോലീസ് കേസെടുത്തു. ബാലാവകാശ നിയമം, മതസ്പർദ്ധ വളർത്താൻ ശ്രമം, അബ്കാരി ആക്ട് എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഗ്രൂപ്പ് അഡ്മിനായ അജിത് കുമാറിനെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നേരത്തെ അനധികൃത മദ്യവിൽപ്പനയ്ക്ക് അജിതിനും ഭാര്യ വിനിതയ്ക്കുമെതിരെ എക്സൈസ് കേസെടുത്തിരുന്നു. GNPC അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് ഫേസ്ബുക്ക് അധികൃതർക്ക് കത്തയച്ചു. കുട്ടികൾക്കൊപ്പം മദ്യപിക്കുന്ന ചിത്രം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചതിന് ബാലനീതി വകുപ്പ്, ശവക്കല്ലറയിൽ ഇരുന്ന് മദ്യപിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തതിന് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്ന വകുപ്പ്, ഒപ്പം അബ്കാരി നിയമപ്രകാരവുമാണ് ഗ്ലാസിലെ നുരയും പ്ലേറ്റിലെ കറയുമെന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെതിരെ പോലീസ് കേസെടുത്തത്. GNPC ഗ്രൂപ്പ് അഡ്മിനായ അജിത് കുമാറിനെതിരെയും ഇതേ വകുപ്പുകൾ ചുമത്തി. GNPCയുടെ വാർഷികാഘോഷം സ്പോൺസർ ചെയ്തത് മദ്യക്കമ്പനികളാണെന്നും തിരുവനന്തപുരത്തും വിദേശത്തും ആഘോഷം നടന്നെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകം ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിച്ചതായും കണ്ടെത്തി. ഇതേ തുടർന്ന് അനധികൃത മദ്യവിൽപ്പനയ്ക്ക് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എക്സൈസ് അജിത് കുമാറിനും ഭാര്യ വിനീതയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. DJ പാർട്ടികൾക്ക് പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ എക്സൈസ് അന്വേഷിക്കും. ഏത് ഫേസ്ബുക്ക് അക്കൌണ്ട് വഴിയാണ് ഗ്രൂപ്പിന്റെ നിയന്ത്രണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനായി ഹൈടെക് സെല്ലിന്റെ സഹായവും എക്സൈസ് തേടി. ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് കമ്മീഷണർ ഫേസ്ബുക്ക് അധികൃതർക്കും കത്തയച്ചിട്ടുണ്ട്. അജിത്തിനെയും വിനീതയെയും കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ഊർജിതപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറയൂരിൽ വീണ്ടും ചന്ദനവേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 40 കിലോ ചന്ദനവുമായി 2 മലപ്പുറം സ്വദേശികളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. മലപ്പുറം ഏറനാട് പൂക്കോട്ടൂർ നെല്ലിക്കാത്തൊടി സ്വദേശി നാസർ, ഏറനാട് പള്ളിപ്പടി പാറപ്പുറത്ത് സ്വദേശി ബാലൻ എന്നിവരെയാണ് മറയൂർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇവർക്ക് ചന്ദനം നൽകി എന്ന് സംശയിക്കുന്ന ഗൂഡല്ലൂർ ദാസിന് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ്. പിടിയിലായവർ വൻ ചന്ദനക്കൊള്ള സംഘത്തിലെ കണ്ണികളാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുലർച്ചെ മറയൂർ മൂന്നാർ സംസ്ഥാന പാതയിലെ രാജമാലയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. മറയൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന പ്രതികളുടെ കാറിനുള്ളിൽ ഡിക്കിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ അറകളിൽ നിന്നുമാണ് ചന്ദനം കണ്ടെടുത്തത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നേരത്തെ പലതവണ ചന്ദനം കടത്തിയതായി ഇരുവരും സമ്മതിച്ചു. ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് മറയൂർ കാന്തല്ലൂർ ചിന്നാർ മേഖലയിൽ വാഹന പരിശോധന ശക്തമാക്കിയിരുന്നു. അപ്പോൾ മറയൂർ വാഹന പരിശോധനയിൽ നമ്മൾ രാജമല ഭാഗത്ത് വെച്ച് വണ്ടി തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ ഇങ്ങനെ ചന്ദനം കാണുകയും തുടർന്ന് അതിലുള്ള 2 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളതാണ്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തതിൽ മലപ്പുറം ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നതെന്നും ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലായി മറയൂരിൽ നിന്ന് ചന്ദനം കടത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കണ്ണികളെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെത്തിയൊരുക്കാത്ത 40 കിലോ ചന്ദനമാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. മറയൂർ സാൻഡൽ ഡിവിഷൻ DFOയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ കോഡ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ നാസറിനെയും ബാലനെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വയനാട് വെള്ളമുണ്ടയിലെ ഇരട്ടക്കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികളെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പിടികൂടുമെന്ന് കോറം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. നാടിനെ നടുക്കിയ സംഭവത്തിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്താനാണ് IG ബൽറാം കുമാർ ഉപാധ്യായ വെള്ളമുണ്ടയിലെത്തിയത്. കൊലപാതകം നടന്ന കണ്ടത്തുവയൽ 12ാം മൈലിലെ വീട്ടിലെത്തിയ അദ്ദേഹം വീട്ടിനുള്ളിൽ പരിശോധന നടത്തി. തുടർന്നാണ് കോറോം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച അവലോകന യോഗം നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തവരിൽ നിന്ന് ലഭിച്ച മൊഴിയും CCTV ദൃശ്യങ്ങളുമെല്ലാം അദ്ദേഹം പരിശോധിച്ചു. എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നതെന്ന് അറിയിച്ച അദ്ദേഹം ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അന്വേഷണം പുരോഗമിക്കുന്നതായും പറഞ്ഞു. ഇല്ല, പോലീസ് ശാസ്ത്രീയപരമായി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ശാസ്ത്രീയപരമായി നമ്മൾ എല്ലാ നോക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി കറുപ്പസ്വാമി, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മാനന്തവാടി DYSP PK ദേവസ്യ,
തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. 30 അന്വേഷണ സംഘം രൂപീകരിച്ച് 6 ടീമുകളായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ 5-ന് രാത്രിയായിരുന്നു നവദമ്പതികളായ ഉമ്മറും ഭാര്യ ഫാത്തിമയും കിടപ്പുമുറിയിൽ വെട്ടേറ്റ് മരിച്ചത്. മൂർച്ചയേറിയ ആയുധം കൊണ്ട് മൃഗീയമായാണ് കൊല നടത്തിയത്. പ്രദേശത്തെ CCTV പരിശോധനകളും വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളുമെല്ലാം തുടരുകയാണ്. 50ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളെ തിങ്കളാഴ്ചയും വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു. ചില സംഘടനകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം സജീവമാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. ADGPയുടെ മകൾ പോലീസ് ഡ്രൈവർ ഗവാസ്കറെ മർദ്ദിച്ച സംഭവത്തിൽ ഒത്തുതീർപ്പിന് ശ്രമം. ADGP സുദേശ് കുമാറിന്റെ മകൾ ഗവാസ്കറോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അഭിഭാഷകർ മുഖേന അറിയിച്ചുവെന്നാണ് വിവരം. അതേസമയം യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും നിയമപരമായി തന്നെ നീങ്ങുമെന്നും ഗവാസ്കർ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് ADGPയും മകളും കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഗവാസ്കറിനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അഭിഭാഷകനെ അറിയിച്ചതായാണ് വിവരം. തെളിവുകളെല്ലാം ADGPയുടെ മകൾക്കെതിരാകുന്നു എന്നതാണ് ഇപ്പോൾ മാപ്പ് പറയാനുള്ള പ്രചോദനത്തിന് കാരണമെന്നാണ് സൂചന. അതേസമയം യാതൊരുവിധ ഒത്തുതീർപ്പിനും താൻ തയ്യാറല്ലെന്ന് ഗവാസ്കർ പീപ്പിളിനോട് വ്യക്തമാക്കി. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കേസാണ്, അവർ പറയട്ടെ, അവർ ചെയ്യുന്ന മാക്സിമം അവർ ചെയ്യട്ടെ. ഇതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കാം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഗവാസ്കർ പറഞ്ഞു. ADGPയുടെ മകളുടെ ഫോൺ കൊണ്ടുള്ള അടിയേറ്റ ഗവാസ്കർ ഇപ്പോൾ കോട്ടൂരെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ഈ തലകറക്കമുണ്ട്, വലത് കൈ പെരുപ്പാണ്. ഇവിടെ ചികിത്സയ്ക്ക് ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം മാറ്റമുണ്ട്. 2 ആഴ്ച മുൻപാണ് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത്. കഴുത്തിലെ വേദന കൂടിയ സാഹചര്യത്തിലാണ് വീണ്ടും ആയുർവേദ ചികിത്സയ്ക്കായി ഗവാസ്കർ എത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഡംബര കാറുകളിൽ കറങ്ങി നടന്ന് വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘം പിടിയിലായി. തിരുവനന്തപുരം ഷാഡോ പോലീസാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. കുപ്രസിദ്ധ മോഷ്ടാവ് അസ്റുദ്ദീന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ മോഷണ സംഘത്തെ മറ്റൊരു കവർച്ചാശ്രമത്തിനിടെ പിടികൂടുകയായിരുന്നു. ആഡംബര കാറുകളിൽ കറങ്ങി നടന്ന് വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന 5-അംഗ സംഘത്തെയാണ് തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശിയും സംഘത്തലവനുമായ അസറുദ്ദീൻ, നെടുമങ്ങാട് അഴീക്കോട് സ്വദേശി സുനീർ, കഴക്കൂട്ടം സ്വദേശി ചക്കുരഞ്ജിത്ത്, ഭീമാപ്പള്ളി സ്വദേശികളായ അബ്ദുൽ ഖാദർ, സിറാജ് എന്നിവരാണ് ഷാഡോയുടെ പിടിയിലായത്. തിരുവനന്തപുരം തുമ്പയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പാലുകാച്ചൽ നടന്ന വീട് കുത്തിത്തുറന്ന് 3 ലക്ഷം രൂപയുടെ ടെലിവിഷൻ ഉൾപ്പെടെ 5 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ കവർന്ന കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത്. സംഘത്തലവനായ അസറുദ്ദീന് തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 50ഓളം മോഷണ കേസുകളുണ്ട്. സംഘത്തിലെ സൂത്രധാരനും മോഷണ മുതലുകൾ വിൽക്കുന്ന ആളുമായ സുനീർ കല്ലമ്പലത്ത് സ്വർണ്ണക്കടയുടമ പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് കടയിൽ കയറി 3 ലക്ഷം രൂപ മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ്. കല്ലമ്പലം കേസിൽ ജയിലിൽ കിടന്ന സുനീർ ആ സമയത്ത് ജയിലിൽ കിടന്ന അസറിനെയും അബ്ദുൽ ഖാദറിനെയും ചക്കുരഞ്ജിത്തിനെയും മോഷണം നടത്തുന്നതിനു വേണ്ടി ജാമ്യത്തിൽ ഇറക്കി. മോഷണത്തിനായി ഇവർ ഉപയോഗിച്ച ആഡംബര കാറും മോഷണ മുതലുകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം DCP ആദിത്യയുടെ മേൽനോട്ടത്തിൽ കൺട്രോൾ റൂം ACP വി സുരേഷ് കുമാർ, തുമ്പ SI പ്രതാപചന്ദ്രൻ, ഷാഡോ SI സുനിൽ ലാൽ, ഷാഡോ ASI ലഞ്ജുലാൽ, മറ്റു ഷാഡോ ടീം അംഗങ്ങൾ എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ എഞ്ചിനീയർക്ക് മദ്രാസ് ഹൈക്കോടതി വധശിക്ഷ വിധിച്ചു. ചെന്നൈ സ്വദേശി ദുഷ്യന്തിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതി 46 വർഷം കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. 2017 ഫെബ്രുവരി 5-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ജാമ്യത്തിലിറങ്ങി സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ വിചാരണ നേരിടുകയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലെ നുണപ്രചരണത്തെ തുടർന്നുണ്ടായ ജനക്കൂട്ട ആക്രമണത്തിൽ 2017 മുതൽ രാജ്യത്ത് കൊല്ലപ്പെട്ടത് 35 പേരെന്ന് റിപ്പോർട്ട്. എന്നാൽ കൊല്ലപ്പെട്ടവർക്ക് ആർക്കും തന്നെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്. 2017 മുതൽ രാജ്യത്ത് 33 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടപ്പോൾ 69 സംഭവങ്ങളിലായി 99 പേർക്ക് പരിക്കേറ്റു. 2018 ജൂലൈ 5 വരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരെന്ന വ്യാജ പ്രചരണത്തെ തുടർന്നുണ്ടായ ജനക്കൂട്ടാക്രമണത്തിൽ രാജ്യത്ത് 24 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. അതിൽ ഈ മാസം 6 വരെ 9 ആക്രമണങ്ങളിലായി 5 പേരാണ് കൊല്ലപ്പെട്ടത്. 2017 ഇത് 11 ആയിരുന്നു. എന്നാൽ ഇവർക്ക് ആർക്കും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരുമായി ബന്ധമുണ്ടെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. 21 ആക്രമണങ്ങളിൽ
ഘട്ടങ്ങളിലായി 181 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുമാണ് ആക്രമണങ്ങൾ നടന്നത്. ജാർഖണ്ഡിൽ 7 മഹാരാഷ്ട്രയിൽ 5 പേരും മരിച്ചു. ജനക്കൂട്ടാക്രമണം തടയാൻ സംസ്ഥാന സർക്കാരുകൾ മുൻകൈ എടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജൂലൈ 5 നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തിന് തൊട്ടുപിന്നാലെയാണ് ജൂലൈ 6 കർണാടകയിലും ആസാമിലും വീണ്ടും ആക്രമണം ഉണ്ടായത്. ജനക്കൂട്ടത്തിന്റെ ആക്രമണം പരിധിവിട്ടപ്പോൾ കേന്ദ്ര സർക്കാർ വാട്സപ്പിന് നോട്ടീസ് അയച്ചിരുന്നു. 2017 മുമ്പ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരെന്ന പേരിലുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്തത് 2012 ബീഹാറിലാണ്. രാജ്യത്തു നടന്ന പശുക്കൊലകളിൽ നല്ലൊരു പങ്ക് വാട്സപ്പുകൾ വഴി സംഘടിപ്പിക്കപ്പെട്ടതാണെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ 200-ലേറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിൽ. മതതീവ്രവാദവും വർഗീയതയും പ്രചരിപ്പിക്കുന്നതും രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുന്നതുമായ ഗ്രൂപ്പുകളെയാണ് നിരീക്ഷിക്കുന്നത്. SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പ്രതികൾ വിവരങ്ങൾ കൈമാറിയത് ഇത്തരം ഗ്രൂപ്പുകൾ മുഖേനയാണ് എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിരീക്ഷണം. വിവിധ പേരുകളിൽ തീവ്രവാദവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന 200ഓളം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്, മുൻ സിമി പ്രവർത്തകർ, RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ തുടങ്ങിയവരാണ് കൂടുതലും വാട്സ്ആപ്പ് വഴി വർഗീയതയും തീവ്രവാദവും പ്രചരിപ്പിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് കടന്നുകയറിയാണ് നിരീക്ഷണം നടത്തുന്നത്. SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് ക്രിമിനലുകൾ വിവരങ്ങൾ കൈമാറിയത്. ഇതോടെയാണ് സമാന ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗം ശക്തിപ്പെടുത്തിയത്. മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമാണ് തീവ്രവാദികൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. മെസ്സേജ് ടു കേരള ഉൾപ്പെടെയുള്ള ചില ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ ഇന്റലിജൻസ് നിരീക്ഷിക്കുന്നുണ്ട്. IS-മായി ബന്ധപ്പെട്ട സന്ദേശങ്ങളായിരുന്നു ഇതിൽ വന്നത്. വാട്സ്ആപ്പ് ഹർത്താലിൽ കൊല്ലത്തെ ഒരു പ്രമുഖ ശിവസേന പ്രവർത്തകന്റെ പങ്ക് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ സന്ദേശങ്ങൾ പിന്നീട് ചില തീവ്രവാദ സംഘടനകൾ അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താണ് ഹർത്താലിലേക്ക് എത്തിയത്. പല ഗ്രൂപ്പുകളും സ്വതന്ത്രമായ പേരും പ്രൊഫൈൽ പടവുമാണ് ഉപയോഗിക്കുന്നത്. മറ്റു മതസ്ഥരുമായി ബന്ധപ്പെട്ട പേരും ഫോട്ടോയും ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. കൌമാരക്കാർ വാട്സ്ആപ്പ് കെണിയിൽപ്പെടാതിരിക്കാനുള്ള ബോധവൽക്കരണം ഊർജിതപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ട്രെയിനുകൾ വഴി എത്തിക്കുന്ന മത്സ്യത്തിൽ ഫോർമാലിൻ സാധ്യതയുണ്ടോ എന്നറിയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. റെയിൽവേയുമായി സഹകരിച്ചാണ് തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. കൊല്ലത്ത് രാവിലെ 6:30ക്കാണ് പരിശോധന തുടങ്ങിയത്. മാവേലി എക്സ്പ്രസിൽ 3 പെട്ടികളിലെത്തിയ കരിമീൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും റെയിൽവേയും ചേർന്ന് പിടികൂടി. സ്വിഫ്റ്റ് കിറ്റ് ഉപയോഗിച്ച് പ്രാഥമിക പരിശോധന നടത്തി. മീനിലിട്ടിരിക്കുന്ന ഐസും പരിശോധിച്ചു. വിശദമായ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. തിരുവനന്തപുരത്ത് 3 ട്രെയിനുകളിൽ അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ AK മിനിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ മത്സ്യത്തിൽ ഫോർമാലിൻ സാന്നിധ്യം കണ്ടെത്താനായില്ല. അത് പരിശോധന ഫലം കണ്ടു എന്നുള്ളതും മത്സ്യമേഖലയും അതുപോലെ തന്നെ മത്സ്യ ഉപഭോക്താക്കൾക്കും ഇതൊരു ആശാവഹമായ ഒരു ന്യൂസാണ്. പരിശോധനയിൽ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. കൊച്ചിയിൽ പുലർച്ചെ എത്തിയ ചെന്നൈ എക്സ്പ്രസിലായിരുന്നു പരിശോധന. 10 കുട്ട മീൻ സ്വിഫ്റ്റ് കിറ്റ് ഉപയോഗിച്ച് പരിശോധിച്ചു. ഇന്നെടുത്ത സാമ്പിളുകളുടെ ഫലം 2 ദിവസത്തിനകം എത്തും. വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപകമായി പരിശോധന ശക്തമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. SNDP യോഗം തൊടുപുഴ യൂണിയൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. പ്രവീണും മുൻ സെക്രട്ടറി PS. സിനിമോനും ചേർന്ന് 2.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി ആരോപണം. ഇവർ നടത്തിയ തട്ടിപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ജനറൽ സെക്രട്ടറി നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയും കണ്ടെത്തിയതായി SNDP സംരക്ഷണ സമിതി അറിയിച്ചു. SNDP യോഗം തൊടുപുഴ യൂണിയൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. പ്രവീണും മുൻ സെക്രട്ടറി PS. സിനിമോനും ചേർന്ന് 2.5 കോടി രൂപ തട്ടിയെടുത്തതായാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. വനിതാ ഗ്രൂപ്പുകൾക്ക് ലോൺ നൽകുന്ന ബാങ്ക് പദ്ധതിയുടെ തിരിച്ചടവ് തുക വെട്ടിച്ചും ഗ്രൂപ്പുകളിൽ നിന്ന് പ്രോസസിംഗ് ചാർജ് എന്ന പേരിൽ 1200 രൂപ വീതം വാങ്ങിയ വകയിലും 17 ലക്ഷം രൂപ തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കൂടാതെ SN ട്രസ്റ്റിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും കെട്ടിട നിർമ്മാണങ്ങളിലും അഴിമതി നടന്നിട്ടുണ്ട്. കഞ്ഞിക്കുഴിയിലെ സ്കൂളിൽ നടന്ന അധ്യാപക നിയമനം വഴിയും തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കൈമാറി. ഈ യൂണിയനിൽ വരുന്ന പൈസകൾ തിരിമറി നടത്തി ശ്രീ അഡ്വക്കേറ്റ് പ്രവീണും സിനിമോനും കൊള്ളയടിച്ചതല്ലാണ്ട് ഈ തൊടുപുഴ യൂണിയനോ അതുപോലെ തന്നെ ഈ തൊടുപുഴ യൂണിയനിലെ 46 ശാഖകൾക്കോ ഒരു സഹായവും ചെയ്തിട്ടുള്ള നല്ല വരുമാനം, വാടകയിലെത്തി തന്നെ മാസം വരുമാനം, അതുപോലെ തന്നെ കഞ്ഞിക്കുഴി സ്കൂളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകള്, ആ സംഭാവനകളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ല. അതേസമയം തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്ന് പ്രവീണും സിനിമോനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോൺഗ്രസ് ഭരിക്കുന്ന പത്തനംതിട്ട സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അംഗങ്ങളെ ചേർക്കുന്നതിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി.
LDF പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന്റെ ഓഫീസിൽ നിന്നുമെത്തിയ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക പരിശോധനയിൽ 50ഓളം അപേക്ഷകളിൽ ക്രമക്കേട് കണ്ടെന്നാണ് വിവരം. ഒരു റിപ്പോർട്ട് കൂടി കാണാം. നമസ്കാരം. INTUC ജില്ലാ പ്രസിഡന്റ് M. ഷംസുദ്ദീൻ പ്രസിഡന്റായിട്ടുള്ള ബാങ്കിലാണ് അംഗങ്ങളെ ചേർക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേടാണെന്ന് പറഞ്ഞ LDF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ ലോണിന് അപേക്ഷയുമായി എത്തിയ 2 പേരാണ് ബാങ്കിലെ ജീവനക്കാരി കാർഡുകൾ കൂട്ടത്തോടെ എഴുതുന്നത് കണ്ടെത്തിയത്. തുടർന്നാണ് LDF പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായതും. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. പിന്നീട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന്റെ ഓഫീസിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 50ഓളം അപേക്ഷകളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് വിവരം. ബാങ്ക് ബോർഡ് അംഗത്തിന്റെ ശുപാർശ രേഖയോടൊപ്പം വ്യക്തി നേരിട്ടെത്തി അംഗത്വത്തിന് അപേക്ഷ നൽകണമെന്നാണ് നിയമം. എന്നാൽ മിക്ക അപേക്ഷകളിലും ശുപാർശ രേഖയുണ്ടായില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കമ്മിറ്റിയിൽ പാസാക്കി നൽകേണ്ട അപേക്ഷകളുടെ തിരിച്ചറിയൽ കാർഡുകൾ കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. CCTV പരിശോധിച്ചതിൽ ബോർഡ് അംഗങ്ങൾ നേരിട്ട് കൂട്ടത്തോടെ അപേക്ഷ നൽകുന്നതിന്റെ ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.